ധന്യമീദിനം കേൾക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ മുഖത്തിന് ഭംഗിയുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ഇല്ല. പക്ഷേ ആ മഹാഭാഗ്യം വളരെ കുറച്ചു പേർക്ക് കിട്ടുകയുള്ളൂ. ചിലവരുടെ ശരീരം, നടത്ത, ശരീരഭാഷയൊക്കെ നല്ല ചന്തം ഉണ്ടാകും. ജന്മജന്മാന്തരമായിട്ട് അസൂയയില്ലാതെ ജീവിച്ചവർക്കാണത്രേ സൗന്ദര്യം കിട്ടുക എന്ന് ബുദ്ധൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ജന്മം അവർക്ക് അസൂയ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. ഇക്കാരണം കൊണ്ടാണ് മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും, മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മിയും ബ്രഹ്മാവിന്റെ പത്നിയായുള്ള സരസ്വതിയും ശിവപത്നി പാർവതിയും, ഇവരിൽ ആരാണ് സുന്ദരി എന്നൊരു മത്സരം വന്നപ്പോൾ ഇവര് അനസൂയാദേവിയുടെ മുമ്പിൽ ഒന്നുമല്ല. എന്താ ഇപ്പൊ ഈ കഥയെന്ന് മനസ്സിലാക്കണം? ഇവര് മത്സരം ഉണ്ടാവുകയെ ജൂറിയെ കൊണ്ടുവന്നിരുത്തൊന്നും നമ്മൾ അറിയണ്ട. അനസൂയ, അസൂയ ഇല്ലാത്ത അവസ്ഥ. ഈ ഭൂമിയിൽ ആരോടും അസൂയയില്ലാത്തൊരവസ്ഥ ശരിക്ക് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കില്ല. ഇത് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു ഗുണം കണ്ടിട്ട് അതിൽ അസൂയപ്പെടുക. നമുക്ക് മാത്രം എന്തെല്ലാം സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അസൂയ മറ്റുള്ളവരോട്. വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു സ്ത്രീ അസൂയ. ആരോട്? ജോലിക്കാരിയോട്. ജോലിക്കാരിക്ക് നല്ല പോലെ മുടിയുണ്ട്. അപ്പൊ അവള് രാവിലെ കണ്ണാടി മുമ്പിൽ നോക്കിയിട്ട് ഈ മുടി രണ്ടാക്കിയിട്ട് മാറ്റിയിടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അവളൊരു ഭാവവും പോസും. നടന്നു പോകുമ്പോ പുരുഷന്മാര് നോക്കുക ഈ സ്ത്രീയല്ല, ഈ ചെറുപ്പക്കാരി. പക്ഷെ ആ സ്ത്രീ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ, രാവിലെ വീടിന്റെ മുമ്പിൽ സർക്കാർ വക കാർ വന്ന് നിൽക്കുന്നു, ഡ്രൈവർ അവിടെ നിൽക്കുന്നു, ആ കാറിൽ പോവാം. ചെല്ലുന്നോടത്തിൽ കാണുന്നവരൊക്കെ എണീറ്റ് നിൽക്കുന്നു. സകലവരും അവർ മുമ്പ് പോയിട്ട് ആ കസേരയിരിക്കുന്നു. വലിയ ജഡ്ജിമെന്റും തീരുമാനവും എടുക്കുന്ന ഇവരാണ്. അതെന്താ ചിന്തിക്കാൻ? ഈ പെൺകുട്ടിയുടെ തലമുടിയിൽ മാത്രമാണ് ശ്രദ്ധ. അന്യന്റെ വീട് നമ്മളുടെ വീടിനേക്കാൾ ഉയരം ഉണ്ടാവും. അസൂയ. ഒരു പക്ഷേ നമ്മളെക്കാൾ താണവർ എന്ന് വിചാരിക്കുന്ന ആളുകളോട് വരെ അസൂയ ഉണ്ടല്ലോ. നമ്മുടെ മനസ്സങ്ങനെ പ്രവർത്തിക്കില്ലേ? ഏറ്റവും വലിയ രീതിയിൽ സർക്കാർ ചെലവിൽ AC കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ഡോറിലൂടെ നോക്കിയപ്പോൾ നല്ലൊരു അരുവി, കുറെ പേരൊന്ന് കുളിക്കണം, സ്ത്രീകളുണ്ട്, കുട്ടികൾ ആർത്തു തുള്ളുന്നു. അങ്ങനെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇയാൾ ആലോചിക്കില്ലേ? എനിക്ക് ഇങ്ങനെ ഒരു ഗതികേടായല്ലോ, ഇനിയിപ്പോ ഡൽഹിയിൽ പോകണം, മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്തയെ കേൾക്കണം. അവനവന്റെ ഭാഗ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റൊരാൾക്ക് ഉള്ളതും നമുക്കില്ലാത്തതുമായുള്ള കാര്യം മാത്രം ആലോചിക്കുന്നവർക്ക്, മനസ്സിന്റെ സംവിധാനം അങ്ങനെയാണെങ്കിൽ ധന്യമീ ജീവിതം കേൾക്കുന്നവർ ഇന്നു മുതൽ ആ സംവിധാനം ഒന്ന് മാറ്റം വരുത്തണം. ധാരാളം പേര് നർത്തകിയുടെ ഡാൻസ് കാണാൻ വേണ്ടി കാത്തു നിൽക്കുക. ഒരാളും അയാളുടെ ഭാര്യയും കൂടി കാണാൻ വന്നിരുന്നു. ഭാര്യ ആലോചിക്കണം, നർത്തകി
എത്ര ഭാഗ്യവതി. ഇത്തിരി ആള് കാത്തിരിക്കുക, ടിക്കറ്റ് എടുത്തിട്ടാ വന്നു. നർത്തകി ആലോചിക്കുകയാണ്, ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്. ആ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുമ്പോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയപ്പെട്ടിട്ട് എന്തിനായി സൗന്ദര്യം കളയണത്? അനസൂയ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കേമന്മാര് ചുറ്റും കുറെ ഉണ്ട്, വളരെ കേമന്മാരുണ്ട്. ഇത്ര റുപ്യ ശമ്പളം ഉണ്ടല്ലേ, നമ്മൾ ആലോചിക്കും നമുക്ക് കിട്ടുന്ന എന്താ? ഇതല്ല ശരി. കീർത്തിയുള്ളവരെ നോക്കിയിട്ട് അസൂയ. നമുക്ക് മാത്രം കിട്ടിയ ചില ദൈവാനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് മാത്രം കിട്ടിയ ദൈവാനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അതാണ് അനസൂയ, അസൂയയില്ലാത്ത അവസ്ഥ. ദൈവത്തോട് പറയണം, അല്ല ഞാൻ എത്ര ഭാഗ്യവാനാ, വാടക കൊടുക്കണ്ടേ? വാടക കൊടുക്കാതെ ഒരു വീട്ടിൽ താമസിക്കുക എന്താ ചെറിയ കാര്യ? വാടക കൊടുത്ത് താമസിക്കുന്നവരുണ്ടാവും കേട്ടോ, അവർക്ക് വേറെ ഗുണമുണ്ട്, അവരിത് ആലോചിക്കരുത്. ഇത് ഞാൻ ആലോചിക്കുന്ന കാര്യ. ഒരിക്കലും പറ്റാത്തൊരു കിണറുണ്ട്, 300 കൊല്ലം മുമ്പ് കുത്തിയ കിണറാ. ശുദ്ധജലം കിട്ടും. ആ ജലം മൺകുടത്തിലാക്കിയിട്ട് അതാണ് എൻ്റെ പ്രധാന ആഹാരം. അതിൽ വെള്ളം പറ്റില്ല, കാരണം അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു കുളമാണ്, അത് വേറെ ആളുകളുടെയാണ്, അവര് വിദേശത്താണ്, അവരുടെ കുളമാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ ഗുണം മുഴുവൻ എൻ്റെ കണ്ടിനാണ് കിട്ടുന്നത്, അയൽക്കാരുടെ. ഭാഗ്യല്ലേ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കഴിയാന്നുള്ളത്? അച്ഛൻ, അമ്മ, ഭാര്യ, മക്കളൊക്കെ എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലവരൊക്കെ ഉണ്ടല്ലോ, അതൊരു ഭാഗ്യമല്ലേ? ഏത് കാര്യത്തെക്കുറിച്ചും നമുക്കിപ്പോ പരാതിപ്പെടാം, ആരെയും വിമർശിക്കാം. അങ്ങനെ ഇപ്പൊ കേൾക്കണം, പുതിയ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ വന്നപ്പോ നാട്ടിൽ ആരെയും പേര് പറഞ്ഞിട്ട് അധിക്ഷേപിക്കാൻ വകുപ്പുണ്ട്, അത്രയ്ക്ക് അറിയില്ല. അങ്ങനെ അധിക്ഷേപം ഞാൻ പതിവില്ലാത്തതിനാൽ ഏതായാലും ശരി, അങ്ങനെ അധിക്ഷേപിക്കാൻ കഴിയുന്ന അതൊരു ഭാഗ്യമല്ലേ? ആരെക്കുറിച്ചും പരാതി കൊടുക്കാം. നമ്മൾ വലിയ ആളാന്ന് വിചാരിക്കുന്ന ഒരാള് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പരാതി കൊടുക്കാമെന്നുള്ളൊരു ഭാഗ്യമല്ലേ? എത്രയോ പേര് ആശുപത്രി കിടക്കുന്നു, മാറാ രോഗം. ഇപ്പൊ വിശേഷിച്ച് രോഗമൊന്നുമില്ല, ഭാഗ്യല്ലേ? ആശുപത്രി കിടക്കുന്നവർ ചിന്തിക്കേണ്ട ഇങ്ങനെയല്ല, ആശുപത്രി കിടക്കേണ്ടി വന്നാലും ഇന്നെന്ന ഭാഗ്യങ്ങൾ എനിക്കിപ്പോഴും ഉണ്ടല്ലോ. എൻ്റെ അമ്മ കാത്തിരിക്കണം. ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ ആശുപത്രി കിടക്കാൻ കഴിഞ്ഞത്. ആർക്കും ജയിലിൽ കിടക്കുന്നവനും ആശ്വസിക്കാം, വൈകാത്ത ആഹാരത്തിന്റെ കാര്യം ചിന്തിക്കണ്ടല്ലോ. ആഹാരം എവിടുന്ന് കിട്ടുന്നില്ലേ? എത്ര സ്വാഭാവികങ്ങളുണ്ട്. റേഷൻ അരി കൊണ്ട് മാത്രം എനിക്ക് ജീവിക്കാൻ കഴിയും. 11 രൂപയേ ഉള്ളൂ. അതൊരു ഭാഗ്യമല്ലേ? ചെറിയ കാര്യമാണോ? ഗവൺമെന്റ് കനിഞ്ഞു തരുന്നതല്ലേ റേഷൻ അരി? സോപ്പ് കഴിക്കാത്തതുകൊണ്ട് സോപ്പിന്റെ ചെലവില്ല. ഉമ്മിക്കരി കൊണ്ടാണ് പല്ല് ഇതുവരെ തേച്ചിട്ടുള്ളത്, അതുകൊണ്ട് പൈസ കാശ് ലാഭമാണ്. അത്യാവശ്യം ബന്ധുക്കളുണ്ട്, ഇതിലും മോശമായ ബന്ധുക്കളില്ലേ? ഭാര്യ ചിന്തിക്കണ്ടേ, ഇങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായതുകൊണ്ടാണല്ലോ രാവിലെ എണീറ്റൊരു ചായ ഉണ്ടായി കൊടുത്താൽ അത് കുടിക്കാൻ ആള് വേണ്ടേ? ഭർത്താവ് ഉണ്ടായതുകൊണ്ടാണല്ലോ ചായ കുടിക്കാൻ ആളെ കിട്ടി, ഇല്ലെങ്കിലോ?
ഭർത്താവ് ചിന്തിക്കണ്ടേ? ഭാര്യ ഉണ്ടായതുകൊണ്ടാണല്ലോ നല്ല രീതിയിൽ പാചകം ചെയ്തിട്ട് എനിക്ക് ഈ ആഹാരം കിട്ടുന്നത്. അല്ല, ഭാര്യ പാചകക്കാരി അല്ല, മോശമാണെങ്കിൽ വേറെ ഗുണമുണ്ടല്ലോ, വേറെ ചീത്തപ്പേരൊന്നുമില്ലല്ലോ. അവനവന്റെ ക്രെഡിറ്റിൽ ഭാഗ്യത്തിന്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? ഇതൊന്നും അങ്ങോട്ട് ചിന്തിക്കാതെ വേറെ ആളൊരു കാര്യം മാത്രം നോക്കി അയാൾക്കിപ്പോ എന്ത് സുഖം, എല്ലാവരും അയാളെ കണ്ടപ്പോ എണീറ്റ് വെക്കുന്നു. ഇതല്ല ജീവിതം. ആർക്കും ഭാഗ്യമുണ്ട്. ഈ പ്രകൃതിയെ കാണാൻ കഴിയുന്നത് ഭാഗ്യമാണ്. കണ്ണില്ലാത്തവരാണെങ്കിലോ എന്താ ഇവിടെ കാണാനുള്ളത്? അത് ചിന്തിക്ക്. കണ്ണില്ലെങ്കിൽ എന്ത് ഈ കണ്ണുകൊണ്ട് ഇപ്പൊ എന്താ കാണാനുള്ളത്? കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉൾക്കണ്ണുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത്. അവനവനിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗ്യത്തിന്റെ ഘടകം എല്ലാവരും ചിന്തിക്കണം. ഈ ലോകത്ത് നമ്മളെക്കാൾ വലിയവരുണ്ടാകാം, വലിയ വീട് വെച്ചവരുണ്ടാവാം, കീർത്തിയുള്ളവരുണ്ടാവാം, വരുമാനമുള്ളവരുണ്ടാകാമെങ്കിലും പുതുതായി ജനിച്ച കുട്ടി എണീറ്റ് നടക്കണ തന്നെ ഭാഗ്യല്ലേ? അത് വലിയൊരു കാര്യമല്ല. നമ്മുടെ ഭാഗ്യത്തിൻ്റെതായിട്ടുള്ള ഘടകങ്ങൾ ഈ രാജ്യത്ത് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? അങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ സർക്കാർ വരെ ഇടപെടാറില്ല. വെള്ളപ്പൊക്കവും ദുരിതവും ഉണ്ടാകുമ്പോൾ എപ്പോ അന്യരിലേക്ക് നോക്കുന്നുവോ സൗന്ദര്യം കൊണ്ട്. ഇതാണ് അനസൂയ. അനസൂയ സഖിയായപ്പോ തന്നെ ശകുന്തളയ്ക്ക് സൗന്ദര്യം കൂടി. ഇതാണ് കാര്യം. ശകുന്തള സുന്ദരിയ കാരണം എന്താ? പുറത്ത് നിൽക്കുന്നത് അനസൂയയാണ്. അവിടെ അനസൂയ പറഞ്ഞ ഒരു ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളുടെ ക്യാരക്ടറാണ്. ഇന്ന് ധന്യമേ ജീവിതം കേൾക്കുന്നവരൊക്കെ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന പ്ലസ് പോയിന്റ് ഈശ്വരൻ്റെ എന്താണ്, അതേക്കുറിച്ച് ചിന്തിക്കുക. ആരെ നോക്കിയും താരതമ്യം വേണ്ട. ചിന്തയ്ക്ക് വിട്ട്. നമസ്കാരം.